ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മെയിൻ ക്രാഫ്റ്റ് ആണ് ഗായ്സ്. ഇന്നത്തെ ഗോള് എന്തുവാ, ഡയമണ്ട്. കുറച്ച് ഡയമണ്ട്, ഒറ്റൊരു ഡയമണ്ട് കിട്ടിയാൽ മതി ഗായ്സ്. ഇന്നത്തെ ഇത് തീരും. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യം ചെയ്യാം. വുഡ് കളക്റ്റിങ്, വുഡ് ഒരു 10 കളക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 2 ഗൈസ്. ഇതിലെനിക്ക് മോഡ് കയറ്റിയിട്ട് കളിക്കണം എന്നുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ മോഡ് കയറ്റി ഇതിൽ വേൾഡ് ക്രിയേറ്റ് ആകുമ്പോൾ ഇങ്ങനെ കാണിക്കണം. എന്താ ഇത്, ഈ മോഡിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഈ ആപ്പിൻ്റെ പ്രശ്നമൊക്കെയാണെന്നാണ് ഗൈസ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്ന് വല്ല ഇതിനെ പറ്റിയിട്ട് വല്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇപ്പോൾ ഇത് പൊട്ടിക്കാം. 8 ആക്കി. ഓക്കെ, 8 ആയി. ഓക്കെ, അപ്പോൾ ഈ മരത്തിൽ തന്നെ ഒരു 10 വുഡ് കിട്ടും. ഓക്കെ, 10 വുഡായി. ഓക്കെ ഗൈസ്, ഇനി ഇവനൊന്ന് കൊന്നേക്കാം. ഫുഡിൻ്റെ ഒക്കെ ആവശ്യമുണ്ടല്ലോ, പിന്നെ തട്ടിയേക്കാം അങ്ങോട്ട്. കുറച്ച് ഫുഡൊക്കെ വേണമല്ലോ. ഗൈസ്, പിന്നെ ഇത് കളിക്കുന്ന ഫോണിലാണ് കേട്ടോ. ഓക്കെ, ഫുഡ് കളക്റ്റായി. ബീഫ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഫുള്ള് അതെല്ലാം കൺവേർട്ട് ആക്കാം. ഓക്കെ, 40. ഇനി കുറച്ച് സ്റ്റിക്ക് റെഡിയാക്കാം. 24 സ്റ്റിക്കായി. ഇനി ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ, പിന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് ഏതാണ് നമ്മുടെ ആക്സും പിക്കാസും എല്ലാം അങ്ങോട്ട് എടുത്തേക്കാം. ആക്സ് എടുക്കാം, പിക്കാസ് എടുക്കാം, ഷവൽ എടുക്കാം. ഓക്കെ, ഷവലെടുത്ത് ഇനി ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കാം. വേറെ ഏതെങ്കിലും അടുത്ത് പോയി തപ്പാൻ തുടങ്ങാം ഗൈസ്. ചിക്കനൊക്കെ വന്നേക്കാം. ചിക്കൻ എടുക്കാൻ തിന്നാൻ വേണ്ടിയിട്ട്. ഈ പന്നീനെയും കൂടി എടുക്കാം. ഓക്കെ, അതെ ഗൈസ്, റൂയിൻഡ് ബോട്ടൽ. ഓക്കെ, ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ടാവില്ല ഗൈസ്. അപ്പോൾ ഈ ചെസ്റ്റ് ഇന്ന് നോക്കുമല്ലോ, കിട്ടുമായിരിക്കും. ഓ ലവാ, നൈസ്. ഇങ്ങോട്ട് ചാടാം. ഓക്കെ, അയ്യോ, മാഗ്മയിൽ കൊണ്ട് ഗൈസ്. മാഗ്മയിൽ കൊണ്ട് ഒരു അര ഹെൽത്ത് പോയി ഗൈസ്. അര ഹെൽത്ത്. ഓക്കെ, ഇവിടെ എന്താ, ഗോൾഡൻ ആക്സ് കിട്ടി. ഷാർപ്നെസ്സും ഉണ്ട്, പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്. അയൺ കിട്ടി. ഷാർപ്നെസ്സും ഫോർച്യൂണും ഒരു ഇതും കിട്ടി. സോഡ്. ഓക്കെ, ഇത് നമുക്ക് ഫുള്ളാക്കാൻ പറ്റും. പക്ഷേ ഡയമണ്ട് പിക്കാസ് ഉണ്ടെങ്കിൽ അതാണ് ക്രൈയിങ് ഒബ്സിഡിയൻ പൊട്ടിക്കാൻ പറ്റുള്ളൂ. അവിടുത്തെ 2 എടുത്ത് ഇവിടെ വെക്കാൻ പറ്റും. പിന്നെ എൻ്റെ ഒരു 2 ഇരിപ്പുണ്ട് ഗൈസ്. അതും വെച്ച് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഇത് വേണം നമ്മുടെ കയ്യിൽ. നെതറി പോകണം. പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. നെതറി ഡ്രാഗണെ കൊല്ലല്ലല്ലോ. പിക്കാസ് ഇതൊക്കെ എടുത്താൽ ഗൈസ് ആവശ്യം വരുമായിരിക്കും. ഇത് പെട്ടെന്ന് പൊട്ടും കേട്ടോ. ഏത് ഇതാണെങ്കിലും ഏത് പിക്കാസ് ആണെങ്കിലും. ഞാൻ വുഡൻ പിക്കാസ് കൊണ്ടാ പൊട്ടിക്കണം. അതുപോലെ ഒരു എൻചാൻമെൻറ്റും ചെയ്തിട്ടില്ല. നിസ്സാരമായിട്ട് പൊട്ടണുണ്ട്. നമുക്കിത് ഇവിടുത്തെ മാഗ്മയും കൂടി അങ്ങോട്ട് പൊട്ടിച്ചേക്കാം. ഇതും പൊട്ടിക്കാം. മാഗ്മ പൊട്ടിച്ചിട്ട് കാര്യം ഉണ്ടാന്ന് ചോദിച്ചാൽ കാര്യമുണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. ഈ മാഗ്മ ഉണ്ടാവില്ല, ഈ എനിമീസെല്ലാം വരുമ്പോൾ ഫ്രണ്ടിലോട്ട് വെച്ച് കൊടുക്കാം അങ്ങോട്ട്. സോംബീസിന് പിന്നെ ബുദ്ധിയൊന്നും ഇല്ലല്ലോ, ചുമ്മാ നമ്മളെ ആക്രമിക്കാൻ മാത്രമാണല്ലോ. ഈ സോംബീസിന് വെയിലത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഇത് സോംബീസ് വെയിലത്താണെങ്കിലും വല്ല മരത്തിൻ്റെ അടിയിൽ നമ്മളെ കണ്ട ഉടനെ നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ട് വരും. എന്നാൽ ജീവൻ കൊടുത്ത് കൊല്ലണം അപ്പം സോംബീസ്. ഫുഡ് കുറവാണല്ലോ. നമുക്ക് സ്റ്റോണ് മൈൻ ചെയ്യാം ഗൈസ്. ഇത് കേവാണെന്ന് ചോദിച്ചാണല്ലേന്ന് ചോദിച്ചല്ല. പകുതി വെള്ളം ഫുള്ള് നിറഞ്ഞിരിക്കുക. എന്തായാലും വന്ന് ഇനി കുളിച്ച് വെച്ചും പോകാം. കുളിച്ച് കഴിഞ്ഞ് ഗൈസ് ഇനി ഇവിടെ നമുക്ക് സ്റ്റോൺ മൈൻ ചെയ്യാം. അടിയിൽ 2 വെച്ചേക്കാൻ നിൽക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി സ്റ്റോൺ മൈൻ ചെയ്യാം ഗൈസ്. സ്റ്റോൺ മൈൻ ചെയ്യാം. പൊട്ടി.
ഓക്കെ ഗൈസ് എന്തായാലും ഇത്ര ആയി ഗൈസ് പിക്കാസ്. ഇനി പിക്കാസ് പൊട്ടുമ്പോൾ നിർത്താം ഗൈസ്. പിക്കാസ് പൊട്ടുമ്പോൾ ഈ സ്റ്റോൺ കളക്ടിങ് നിർത്തിയേക്കാം. എന്തായാലും ഈ സ്റ്റോൺ കൊണ്ട് ഉപകാരം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇരിക്കട്ടെ അങ്ങോട്ട് തീരണവരെ. പൊട്ടി ഗൈസ്. ഇനി നമുക്ക് ഇതെടുക്കാം. ഏതാണ് ഒരു പിക്കാസ് ഉണ്ടാക്കാം, പിന്നെ ഒരു ആക്സ് ഉണ്ടാക്കാം. ആക്സ് ഉണ്ടാക്കാം, പിന്നെ ഒരു ഫർണസ് ഉണ്ടാക്കണം. പിന്നെ നമ്മൾ ഒരു അയൺ കെട്ടുണ്ടല്ലോ ഗൈസ് കുറേ, അല്ല അപ്പോൾ അതുകൊണ്ട് ഒരു അയണും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ അയൺ കൊണ്ട് ഒരു ഷീൽഡ് ഉണ്ടാക്കി ബോട്ട് ഉണ്ടാക്കാം. ഇത് പൊട്ടിക്കാം. ഇനി അത് ഉപയോഗിക്കാം ഗൈസ്. ഫുഡൊക്കെ ഫർണസ് വെച്ച് ഇത് വെച്ച് ഉപയോഗിക്കാനായിട്ട് എന്തുണ്ട് ഗൈസ്? ഫ്യൂല് വുഡ് മാത്രമേ ഉള്ളൂ ഗൈസ്. പ്രശ്നമാണ്, വുഡ് പോരാ നമുക്ക്, വേറെ കോളൊക്കെ വേണം. കോളുണ്ടെങ്കിലേ സെറ്റ് ആവത്തുള്ളൂ. കോളില്ലെങ്കിൽ റെഡി ആവത്തില്ല. പിന്നെ കോളുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇതും കൂടി ഉണ്ടാക്കാമല്ല ഗൈസ്. ഏതാണ് ടോർച്ചും ഉണ്ടാക്കാം. ഓക്കെ, നമുക്കിനി ബോട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ബോട്ടിൽ കയറി പോവാം. അല്ല, അതിന് മുമ്പ് നമുക്ക് ഇതും കൂടി വെച്ചേക്കാം. ആ ഫുഡും കൂടി അവിടെ റെഡി ആയിട്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് ഇത്തിരി ഒന്ന് കയറി നോക്കാം. വല്ലതും ഉണ്ടാകുന്നറിയാം. ഇവിടെ ഡെഡ് എൻഡാണെന്ന് തോന്നുന്നു. ഒന്നുമില്ല. അല്ല ഗൈസ്, ഇനി അങ്ങോട്ട് മാത്രം ചെറിയൊരു പാത്തുണ്ടാ, പോയി നോക്കാം. ബോട്ട് അങ്ങോട്ട് കയറത്തില്ല, നമുക്ക് ഇറങ്ങി നടക്കാം. ഒന്നുമില്ല. ഓക്കെ, സൂപ്പർ. എന്തായാലും വന്ന് ഇനി ബോട്ടും കൊണ്ട് പോകേണ്ട ആവശ്യമില്ല. ബോട്ട് എടുത്തിട്ട് നമുക്ക് നീന്തി തന്നെ പോകാം. അടിയിലേക്ക് ഉണ്ട്. ഓക്സിജൻ തീരാറായി. മേലോട്ട് പോ. പിന്നെ സ്പീഡില്ല. ഇത്രയും കൂടി വേണം സ്പീഡ്. ഒരു ഹാർട്ട് പോയി ഗൈസ്, നമ്മുടെ ഒരു ഹാർട്ട്. ഓക്കെ, ഫുഡ് റെഡി ആയിട്ടുണ്ടാകും ഗൈസ് ഇപ്പം. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് പോകാം. ഗൈസ്, ഇത് ഇത്തിരി പാടാണ്. ഉടനെ വെള്ളം അങ്ങോട്ട് വീഴണോണ്ടേ ഒരടിച്ചങ്ങോട്ട് ഫോഴ്സ് കയറുവാണ്. ഭയങ്കര പാടാ. ഓക്കെ, പോട്ടെ, അങ്ങോട്ട് പോട്ടെ. മണ്ണ് വെച്ച് അങ്ങോട്ട് മേളിലോട്ട് പോകാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി മേലോട്ട് പോകാം. മേലാകാറായി. ഇനി ഇതും കൂടി പറഞ്ഞല്ലോ, അത് നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഓക്കെ, നമുക്ക് വേറെ വല്ല സ്ഥലങ്ങൾ ചെക്ക് ചെയ്യാൻ പോകാം. ഷാർപ്നെസ്സും കുറച്ച് മുമ്പ് നമുക്ക് കുറച്ച് വുഡ് കളക്ട് ചെയ്യാം. നല്ല സ്പീഡിൽ പോകുന്നുണ്ട് ഗൈസ്. സ്പീഡിൽ എടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ഗോൾഡ് ആക്സും സ്വേർഡിൻ്റെ ഒക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാലേ, ഇത് പെട്ടെന്ന് ഇതിൻ്റെ ഇത് കുറയും. കണ്ട, ഇപ്പം എൻ്റെ ഹെൽത്ത് നോക്കിയേ. കണ്ട, ഗോൾഡ് എന്തായാലും പൊട്ടാറ്. ഇനി പൊട്ടിച്ചേക്കാം അങ്ങോട്ട്. എല്ലാം മൈൻഡ് ചെയ്തെടുക്കുക. വുഡൊക്കെ കിട്ടണ വുഡൊക്കെ എടുക്കാം. ഗൈസ്, ഫേസ് ക്യാം ഇട്ടിന് അടുത്ത കളി മുതൽ ചെയ്യാം. ഇതിപ്പോൾ ഒരിത് റെഡി ആയിട്ടില്ല ഗൈസ്, ക്ലാരിറ്റി ആയിട്ടില്ല. അടുത്ത കളി തൊട്ട് ചെയ്യാം. പൊട്ടാറായി ഗൈസ്. ആക്സ് അടിയിലിരിക്കണ മരം കൂടി പൊട്ടിക്കുക. ഓക്കെ, പൊട്ടി. ആക്സ് പൊട്ടി. ഈ മരം എന്തായാലും പകുതിക്ക് മുറിഞ്ഞിരിക്കുക. പിന്നെ ഫുള്ള് വെട്ടിയേക്കാം മരം. ഓക്കെ, അവിടെ ഒരു പൂച്ചയുണ്ട്. പൂച്ചേനെ ടൈം ചെയ്യാൻ വേണ്ടിയിട്ട് ഫിഷ് ഉണ്ടായിരുന്ന പൂച്ചേനെ ടൈം ചെയ്യായിരുന്നു
പൂച്ച ഉണ്ടെങ്കിൽ നല്ല ക്രീപ്പറിൻ്റെ ഒക്കെ അടുത്തുനിന്ന് പോകാൻ പറ്റും. ക്രീപ്പർ അടുത്തേക്ക് വരത്തില്ല പിന്നെ. സൂര്യൻ ദേവേശ്വരൊരു കേവുണ്ട്. കേസ് അങ്ങോട്ട് കയറാം. കോള് കിട്ടി. കോൾ എടുക്കാൻ ഇനി കോള് കൊണ്ട് കുറച്ച് ഇതും ഉണ്ടാക്കുക. ഏതാണ് ടോർച്ച് ഉണ്ടാക്കാം ഗൈസ്. നല്ല ഇരുട്ടാണ് ഗൈസ്. ഇനി കിട്ടണ കോള് കൊണ്ടേ ഇവിടെ ഒരു ടോർച്ച് ഉണ്ടാക്കാൻ നോക്കി കോള് ഫുള്ള് മൈൻഡ് ചെയ്തെടുക്കാം. അതിന് മുമ്പ് കുറച്ചും കൂടി എടുക്കാം. ഇരുട്ട് കൂടട്ടെ എന്നിട്ട് അങ്ങോട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പം ചെയ്യാം ഗൈസ്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെക്കാം. കുറച്ച് ടോർച്ച് അങ്ങോട്ട് ഉണ്ടാക്കിയേക്കാം. 4 ടോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ മേളിൽ വെക്കാം ഗൈസ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് കോളൊക്കെ മൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു വെട്ടവും കൂടി കിട്ടുമല്ലേ. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ചലിക്കാം. കുറച്ചും കൂടി ഇപ്പോൾ 12 ടോർച്ചാക്കിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഗൈസ് ഇതിൻ്റെ ഗോൾ എന്തെന്ന് വെച്ചാൽ ഡയമണ്ട് കണ്ടുപിടിക്കുക. പറഞ്ഞല്ലേ. ഓക്കെ, പിന്നെ ഗൈസ് ഇവിടെ വേറൊരു ഗുഹയും കൂടെ ഉണ്ട്. അങ്ങോട്ടും കൂടി കയറാം. ഓക്കെ, നല്ല ഭംഗിയാണ്. അവിടെ ഈ ക്രീപ്പർ സ്കെൽറ്റനൊക്കെ ഉണ്ട് ഗൈസ്. നൈസ്. നമുക്കിനി അങ്ങോട്ട് പോകാം ഗൈസ്. അങ്ങോട്ട് ചാടാം. നൈസ്. ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ ഫ്രണ്ടിൽ നിൽക്കണ മരമാണ്, പക്ഷെ വീണത് വേറെ മരത്തില്ല. കുഴപ്പമില്ല. അങ്ങോട്ട് ചാടാം. ഭാഗ്യത്തെങ്കിലും മരിയൊക്കെ കിട്ടി. ഇനി താഴത്തോട്ട് പോവാം. ഹെൽത്ത് കുറവാണ് ഗൈസ്. അതെ ഗൈസ്, ഇവിടെ വേറൊരു ഇത് ഇവിടെ കോളിരിപ്പുണ്ട്. കോളടിക്കാം. ഓക്കെ, കോളെടുത്തു. ഇനി ബെഡ് ഉണ്ടാക്കണം ഗൈസ്. ബെഡ് വേണ്ട, വല്ല വില്ലേജ് എല്ലാം കാണുമെങ്കിൽ വില്ലേജിൽ നിന്ന് എടുക്കാം ഗൈസ് ബെഡ്. ഷീപ്പിനെ ഒന്നും കൊന്നിട്ടില്ല. ഷീപ്പിനെ കൊന്നാലേ ഷീപ്പിൻ്റെ ഒന്നും വൂള് കിട്ടത്തുള്ളൂ. പിന്നെ വൂളുണ്ടെങ്കിൽ ബെഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വല്ല വില്ലേജിൽ നിന്ന് എടുക്കാൻ നോക്കാം ഗൈസ് ബെഡ്. വില്ലേജ് കണ്ടില്ലെങ്കിൽ ഉണ്ടാക്കാം. ഓക്കെ, കിട്ടി. ഇവിടുത്തെ കോള് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് ഇനി മേളിലോട്ട് പോകാം ഗൈസ്. കോള് വേണ്ട, അതവിടെ കിടക്കട്ടെ. അതെ ഗൈസ്, അടിയിലേക്ക്. ഗൈസ് കിട്ടി. അയൺ കിട്ടി. ഫൈനലി ഒരയൺ. നേരത്തെ കിട്ടിയതാണ്, പക്ഷേ അത് നമുക്ക് ഫ്രീ ആയിട്ടല്ലേ കിട്ടിയത്. ഇത് ഒരു കുഞ്ഞു ഗുഹയാണ്. ഇവിടെ തീർന്നു. ഇനി അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം ഗൈസ്. ഓക്കെ, നമുക്കിനി ഇങ്ങോട്ട് പോകാം. നമുക്കിനി ഇവിടെ നിന്ന് മേളിലോട്ട് പോകാം ഗൈസ്. ഇതൊക്കെ പോയി ഗൈസ്. റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. ഞാൻ ഒരു വലിയൊരു കേവ് കണ്ടുപിടിച്ച് ഗൈസ്. അങ്ങോട്ട് എനിക്ക് കയറി. ഇടയ്ക്കൊന്നും എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. കയറി വന്നപ്പോൾ ഇവിടെ ഒരു ഡയമണ്ടിൻ്റെ ഒരു കൂട്ടം തന്നെ ഉണ്ട് ഗൈസ്. ഇവിടെ മറ്റേ ഇതൊക്കെ പോയി. കുറച്ച് സാധനങ്ങളൊക്കെ പോയി. കുറേ സാധനങ്ങൾ കിട്ടി. കുറച്ച് സാധനം പോയി, കുറേ സാധനങ്ങൾ കിട്ടി ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ ചാലഞ്ച് കംപ്ലീറ്റ് ആയി. എന്തായാലും ഇനി ഇവിടുത്തെ ഡയമണ്ട് ഫുൾ എടുത്തേക്കാം. എന്തായാലും വന്ന് ഇഷ്ടംമാരുണ്ട് ഗൈസ് ഡയമണ്ട്. ഇടക്കത്തെ സീനൊന്നും എടുക്കാൻ പറ്റില്ല ഗൈസ്. അറിയാതെ കൈ കൊണ്ട് റെക്കോർഡിങ് സ്റ്റോപ്പായി പോയി. കിട്ടായിരുന്നെങ്കിൽ എടുക്കാമായിരുന്നു ഗൈസ്. ഗൈസ്, ഇപ്പം ഇത്തരം സാധനങ്ങളാണ് കയ്യിലുള്ള. ബണ്ടിലൊക്കെ കയ്യിൽ നിന്ന് പോയി. ഇനി നമുക്ക് അയൺ ആർമർ എന്തെങ്കിലുമൊക്കെ ആകാം ഗൈസ്. ഇനി
ഒരു ഡയമണ്ട് പിക്കാസ് ഉണ്ടാക്കാം, ഒരു സേർഡ് ഉണ്ടാക്കാം. പിന്നെ ഞാൻ ബെഡ് ഞാനായിട്ട് തന്നെ ഉണ്ടാക്കി. വില്ലേജ് ഒന്നും കണ്ടില്ല, അപ്പം ഞാനായിട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി ബെഡ് ഞാനായിട്ട് തന്നെ ഉണ്ടാക്കി. വില്ലേജ് ഒന്നും ഞാൻ കണ്ടില്ല, വെയിറ്റ് ചെയ്യാനും കഴിയില്ലായിരുന്നു. ഉടനെ ബെഡ് അങ്ങോട്ട് ഉണ്ടാക്കി, ഒന്നും നോക്കിയില്ല. ഇനി അയണൊക്കെ സ്മെൽറ്റ് ചെയ്തെടുക്കാം ഗൈസ്. അയണൊക്കെ സ്മെൽറ്റ് ചെയ്ത് നമുക്ക് അയൺ കൊണ്ട് എന്തോരം ആർമറാക്കാൻ പറ്റും അത്ര ആർമർ ആക്കാം. ഫ്യൂവൽ ആദ്യം നമുക്ക് ഇത് വെച്ച് ഫ്യൂവൽ ഉണ്ടാക്കാം. ഇത് കഴിയുമ്പോൾ ഓക്കെ അയണായി. ഓക്കെ അടുത്ത കോൾ വെച്ച് തന്നെ ചെയ്യാം ഗൈസ്. ഇത്ര സാധനങ്ങളാണ് ഇപ്പോൾ കയ്യിലുള്ളത്. നമുക്കിനി അയൺ കൊണ്ട് ഒരു ഹെൽമെറ്റ് ഉണ്ടാക്കാം. ഹെൽമെറ്റ് ഇടാം ഗൈസ്, ഹെൽമെറ്റ് ഇടാം. ഇതെന്താ ഇടാൻ പറ്റാത്ത? ഗൈസ് ഇതിപ്പോൾ ഇങ്ങനെ നെക്കി ഇടാൻ പറ്റത്തില്ലല്ലേ? സ്ഥലം ഓൾറെഡി ഹെൽമെറ്റ്. ഞാൻ നേരത്തെ ഹെൽമെറ്റ് ഉണ്ടാക്കിയിരുന്നു. ഹെൽമെറ്റ് ഉണ്ടാക്കിയതല്ല, ഞാൻ ഏതാണ് സ്കെലിറ്റ ഏതൊരു മോബിനെ കൊന്നപ്പോൾ എനിക്ക് കിട്ടുകയാണ് ഗൈസ് ഹെൽമെറ്റ്. ഇനി ആ ഹെൽമെറ്റ് പോട്ടെ അങ്ങോട്ട്, എൻ്റെ ആവശ്യമില്ല. പക്ഷെ ഒരാഴ്ചയിൽ അതൊരു 3 പോയി ഗൈസ്. ബൂട്ടുണ്ടാക്കി. അതെ നിൽക്കണ സ്കെലിറ്റണെ കൊല്ലാനൊരു വഴിയുണ്ട് ഗൈസ്. ഇത് ഇങ്ങോട്ടല്ലേ അവനിടണ ആരോന്നെ കൊണ്ട് അവനെ നമുക്ക് ഡാമേജ് ഒട്ടിക്കാൻ പറ്റില്ല. അവൻ ഷീൽഡിലേക്കാണല്ലോ വെടി വെക്കുന്നത്. അപ്പം ഷീൽഡ് എന്തായാലും നോക്ക് ബാക്ക് ചെയ്യും ആരോ. അപ്പം നേരെ ചെന്ന് വീഴണം അവൻ്റെ മേത്തേക്കായിരിക്കും. അങ്ങനെ വീഴ്ത്താൻ പറ്റും ഗൈസ് നമുക്ക്. കണ്ട അവൻ അങ്ങനെ കൊല്ല, എന്തായാലും റേഞ്ച് ഓടം വരെ എത്തത്തില്ല. ഇനി അത് മാറ്റി തന്നെ അതുകൊണ്ട് വെടിവെക്കുകയും ചെയ്യും. നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങോട്ട് കൊല്ലാം ഗൈസ്. ഓക്കെ അവനെ കൊന്നു. ഓക്കെ ഇപ്പം എന്തോരായി ഗൈസ് അയാൾ? ഓക്കെ അയാൾ 5 എണ്ണമായി. ഇപ്പം എന്തുണ്ടാക്കാൻ പറ്റും? ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമ്മൾ ഹെൽമെറ്റും ബൂട്ടും ഓൾറെഡി ഉണ്ടാക്കിയത്. ഇനി ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഒരു 2 എണ്ണം കൂടി 2-3 കൂടി വേണം ഗൈസ്. പിന്നെ നമുക്ക് നേരെ പോയിട്ട് അവിടെ വേറൊരു അയൺ അവിടെ ഇരിപ്പുണ്ട്. ഇതാരാണ്? അവിടെ വേറൊരു അയൺ ഇരിപ്പുണ്ട് ഗൈസ്. നമുക്ക് ആ അയണും കൂടി നമുക്ക് അങ്ങോട്ട് എടുക്കാം. ഇതെല്ലാം ഡയമണ്ട് കൊണ്ട് ഫുൾ ആർമർ ആകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഡയമണ്ട് ആകെ കുറച്ചേ ഉള്ളൂ. എന്തായാലും ചാലഞ്ച് അതായിരുന്നു, ഡയമണ്ട് എടുക്കുക. ഡയമണ്ട് കിട്ടി. പിന്നെ നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കാം. അയ്യോ ലെഗിൻസ് ഉണ്ടാക്കാനില്ല ഗൈസ്. ഡയമണ്ട് അല്ല ഏതാണ്? അയണില്ല ഗൈസ്. അയണിന് എത്ര എണ്ണം ഉണ്ട് എൻ്റെ കയ്യിൽ? അയൺ 2 എണ്ണേ ഉള്ളൂ. പിന്നെയും വേണം ഗൈസ്. അവിടെ ഒരു അയൺ ഇരിപ്പുണ്ട് ഗൈസ്, അത് പോയി എടുക്കാം. ഇപ്പം ഇത് പോരാ, 2 എണ്ണേ ഉള്ളൂ ഗൈസ്. ഇത് പോരാ ഗൈസ്, ഇത് പോരാ. പോരാ. അടുത്തുണ്ട് മേളിലോട്ട് നമുക്ക് ഇത് വെച്ച് കയറാം. അതെ ഇതാരാണ്? കണ്ണ് കാണത്തില്ല അവിടെ നിനക്ക്. ഓക്കെ മേളിലോട്ട് പോകാം. ഓക്കെ മേളിൽ വന്ന് ഇനി അയൺ ആർമർ ഫുള്ള് കിട്ടണ കാര്യം മറന്നേക്കാം. അയൺ എന്തായാലും ഇപ്പം 4 എണ്ണേ കിട്ടത്തുള്ളൂ. അതും കൂടി മെൽറ്റായി കഴിയുമ്പോൾ എന്തായാലും അയൺ 4 എണ്ണേ കിട്ടത്തുള്ളൂ. 4 എണ്ണം കൊണ്ട് പോരാ. 4 എണ്ണം പോരാ. വന്ന് കൊന്നു കൊല്ല്. ഓക്കെ ഒരു മിനിറ്റ് ഗൈസ്, ഒറ്റൊരു മിനിറ്റ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു മിനിറ്റും കൂടിയേ, ഒന്ന് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വെച്ചോട്ടെ ക്യാമറ. ഞാൻ ആർമറൊക്കെ മാറ്റട്ടെ.
ഹലോ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. ടാറ്റ.